ശ്രീ ഗോപകുമാർ TP, അജ്മൽ പറഞ്ഞതുപോലെ മലയാളി അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായം ഇതിനെ ഉൾക്കൊള്ളാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണത്? ഓൺലൈനിലായാൽ തന്നെ നമുക്ക് സെയിൽ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 10 ലക്ഷം സെല്ലേഴ്സിൽ നിന്നും അതിന്റെ 10% ആൾക്കാരാണ് മൊത്തം സെയിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ചെറുകിട വ്യവസായിയാണ്, വ്യാപാരിയാണ് വെച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര സ്ട്രഗിളുമാണ്. അപ്പൊ ആദ്യം വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും മാർക്കറ്റ് ചെയ്യണം. അപ്പൊ നമ്മളൊരു കട നാട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പല പല ഡിസ്ട്രിബ്യൂഷൻ മേഖലകൾ വഴി നമ്മുടെ കട ഇങ്ങനെ ഉണ്ട് സ്ഥലം ഉണ്ടെന്ന് അറിയിക്കുന്നത് പോലെ തന്നെ ഇതിനകത്തും നമുക്ക് അറിയിക്കാനുള്ള കുറെ കാര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു ഒരു ലൈക്ക് പഠനം വളരെയധികം ആവശ്യമുണ്ട്. അപ്പൊ ഇവർ ഓൾറെഡി ഒരു സെഗ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കുറച്ച് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലേക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രയോറിറ്റി ചെയ്യാനോ പറ്റാത്തത് കൊണ്ടാണ് പല ആൾക്കാരും അവിടെ എന്താ പറയണ്ടേ ആ ഒരു ഭാഗം ഇപ്പൊ കറന്റ്ലി ഓക്കെ ഇപ്പൊ വേണ്ട, പിന്നെ ആവാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുന്നത്.